ചാളവർഗീസിന്റെ അച്ഛനാണ് കുമ്പാരി ചാള് 40 രൂപക്ക് വാരി കൊടുക്കണേ. ചേട്ടന് എന്നും ചാള മാത്രം ഉള്ളത്. എന്റെ പൊന്നു കുമ്പാരി കടലിൽ പോട്ട് പോണില്ല. നീ പോട്ടൊക്കെ പിന്നെ എവിടെ പോകണം? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് 5 രൂപ ചാള മതി. 5 രൂപക്ക് ചാളയമാണ് ഞാൻ കടയിൽ പോണ ബോട്ടിന്റെയും വള്ളത്തിന്റെയും വഴിയും പറഞ്ഞു കൊടുക്കണം. നിനക്ക് ചാള വരാൻ നല്ല സൗകര്യം വെച്ച് അല്ല പിന്നെ ഓരോ ചാള വർഗീസേ. കിടക്കണ മീനാണ് കേട്ടാ. 40 രൂപയുള്ളൂ. കിടക്കണ മീൻ 1 കിലോ 40 രൂപയ്ക്ക്. വാരിക്കോരി കിടക്കണം. എങ്ങനെയുണ്ട് കുമ്പാരി? കുഴപ്പമില്ല. 2 പോയി. ആണോ? എപ്പോ 2 പോയല്ലോ? 2 കാക്കോത്തിക്കൊണ്ട് പോയി. ഞാനീ വഴിമുത്ത് പറഞ്ഞിട്ട് ഒരു മീൻ പോലും പോണില്ല കേട്ടോ. വെടക്കണ മീന് വാരിക്കോരി കൊടുക്കണം. വെടക്കണ മീന് പണ്ടാരേത് സ്റ്റാൻഡ് ഇരിക്കണില്ലല്ലോ. അത് ചരിഞ്ഞിരിക്കാണ്. 2 ചാള എടുത്താൻ അടിയിലേക്ക് തള്ളി വെച്ചു കൊടുക്കും. പറഞ്ഞ പോലെ ശരിയല്ല. ജാക്കി വെച്ചു കൊടുക്കല്ലേ? അങ്ങോട്ട് വെച്ചു കൊടുക്കുക. താകറിയാസ് ജാക്കി കൊള്ള കലക്കിയട്ടാ അവിടെ കൂടെ അങ്ങനെ ഉണ്ട് അങ്ങോട്ട്. ഇതങ്ങനെ ചാള വാരി കൊടുക്കണ. പിന്നെ എന്തൊക്കെയുണ്ട് കുമ്പാരി വിശേഷങ്ങൾ? വെടക്കണ മീന് പെടക്കണില്ലല്ലോ. ഇത്ര നേരം കിടന്ന് പിടക്കായിരുന്നു. പിന്നെ 24 മണിക്കൂറും പിടക്കാൻ പറ്റുമോ? എന്നാ ഒരു കാര്യം കിടക്കണ മീന് എന്ന് പറ. ഇത് കിടക്കണല്ല ഇപ്പൊ. കുമ്പാരിയുടെ പാട്ടിന് പോയിക്കേ. പോകാൻ നോക്ക്. അല്ല ഇത് എന്നാണ് കുമ്പാരി? ഇത് എന്റെ ഏരിയയിൽ വന്നിരുന്നാണ് കുമ്പാരി മീൻ വിൽക്കണം. എന്താണ് ഇത് നിങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ ഏരിയ ആക്കാൻ പറ്റി സെക്കൻഡ്? അല്ല ഞങ്ങൾ ഒരാൾ ഇവിടെ വിൽക്കണ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കച്ചവടം ചെയ്യേണ്ട കുമ്പാരിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഏരിയയിൽ വന്നിരുന്ന് വിക്കല്ലേ കിടക്കണ മീനാണ് കേട്ടോ. 40 രൂപക്ക് വാരി കൊടുക്കണേ. 40 രൂപയ്ക്ക് ഇതിന്ന് വരണ്ട. അതിന്ന് വാരി കൊടുക്കില്ല. അങ്ങനെങ്ങാനും മാറിയിട്ട് ഇത് എന്നാണ് കുമ്പാരി? ജീവിക്കാൻ സമ്മതിക്കുകയല്ലേ? വെറുതെ ആവശ്യമുള്ളത്. അല്ല കുമ്പാരിയുടെ മോളാരണ്ടിന്റെ പൊളിച്ചോടി പോയെന്ന് കേട്ടായിരുന്നല്ലോ. അവത്തന്നോട് ഒളിച്ചോടി പോയിട്ട് രാവിലെ വീട്ടിലേക്ക് തിരിച്ചു. അതെന്നാ പറ്റി ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് അങ്ങാട് പോകുന്നത്? ആ ചെറുക്കന് ഭയങ്കര കൂർക്കമ്മലിയാണ്. അവൻ രാവിലെ വീട്ടിൽ വന്നിരിക്കുന്നു. ആണല്ലേ? നമ്മുടെയൊക്കെ കല്യാണം കഴിഞ്ഞ മധുര സ്വപ്നങ്ങൾ അയവിറക്കാൻ എന്തൊരു സന്തോഷമായിരുന്നു. എനിക്ക് മധുര നിമിഷങ്ങൾ ഓർക്കുമ്പോ തന്നെ പേടിയാണ്. ഷുഗറാണ്. അയ്യോ എന്റെ പൊന്നു പണ്ടാര ഷുഗറും പിടിച്ച. ഷുഗറും പിടിച്ചൊന്നും പറയാതിരിക്കണ. തന്റെ മോൾക്ക് വല്ല ദോഷം വല്ലതും ഉണ്ടാ? ദോഷം ഉണ്ടായിരുന്നൊക്കെ ഞങ്ങൾ മാറ്റിയേക്കണേ. കല്യാണത്തിന് മുമ്പ് വല്ല ദോഷം ഉണ്ടെങ്കിൽ മാറ്റട്ടെ. ചിലപ്പോ അതായിരിക്കും ഇങ്ങനെ കളിക്കണത്. എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ദോഷം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ അതങ്ങാട് മാറി. അയ്യോ അതെന്ത് ദോഷം? സന്തോഷം. ഇപ്പൊ പറഞ്ഞ അങ്ങനെ ഒരു സാധനം ഇല്ല. ആ സാധനം ഇല്ല ഇപ്പൊ. അതെ. അല്ല നിങ്ങളുടെ മക ഏതാണ്ട് വലിയ സംഭവമായിന്ന് പറഞ്ഞ കേട്ടോ. മകയുടെ കാര്യം ഒന്നും പറയാതിരിക്കും. ഞാനൊരു ഇതൊന്നും എടുത്ത് മാറ്റിക്കോട്ടെ കേട്ടാ. ഇപ്പൊ പിള്ളേര് വരുവാ. എന്താണ് കുമ്പാരി ചെതമ്പലൊക്കെ എടുത്ത് പറിച്ച് അങ്ങാട് വെക്കണത്? ബ്രേക്ക് ഡാൻസ് കളിക്കണ പിള്ളേരെ ഇപ്പൊ വരും. അവരെ ഷട്ടിൽ പിടിപ്പിക്കാനാ ചെതമ്പല് വെട്ടിത്തിളങ്ങുന്നു. സ്റ്റേജിൽ നിൽക്കുമ്പോ തിളങ്ങണ സാധനം. അത് തന്നെ. അത് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണ്. പിള്ളേര് എന്നാണ് ഇതിന്റെ പുറകെ ഓടി നടക്കുകയാണ്. അല്ലേ കുമ്പാരിയുടെ മകൻ നാടകത്തിലാ അഭിനയിച്ചറിഞ്ഞായിരുന്ന. അവൻ പേരും മാറ്റി. ഇപ്പൊ അവന്റെ പേര് മാറ്റി. അവനിപ്പോ പേരിട്ടാക്കണ എന്താണെന്നറിയോ? സുന്ദരിലാൽ ചെട്ടി എന്ന്. അയ്യോ എന്റെ തമ്പുരാനെ അത് ഹിന്ദിയാണ്. ഹിന്ദി പേരാണ്. ഹിന്ദിയിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? എന്താണ്? സുന്ദരം എന്ന് പറഞ്ഞ എന്താണ്? മനോഹരമായ. ലാൽ എന്ന് പറഞ്ഞ എന്താണ്? മോഹൻലാലാണ്. അല്ലെന്ന് ചുവപ്പ്. അപ്പൊ പിന്നെ ചെട്ടി അതറിയല്ലോ. അപ്പൊ പറഞ്ഞു വരുമ്പോ മനോഹരമായ ചുവന്ന ചെട്ടിയാ. പടച്ചോനെ അവന് ഞാൻ നല്ലെന്നാന്തരം പേരിട്ട് കൊടുത്തിട്ട് ഈ വൃത്തികെട്ട പേരും ചുമന്നും കൊണ്ട് കിടക്കണ മീനാണ്. അവിടെ അങ്ങനെ വെച്ചിട്ട് പോ. അല്ല പിന്നെ അല്ല കുമ്പാരിനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് ഓർത്തിരിക്കുകയാണ്. കുമ്പാരി ചാകാൻ പോയെന്ന് കേട്ടല്ലേ കുളത്തിൽ ചാടി? എന്റെ പൊന്നെ ഞാൻ ഭാര്യയായിട്ട് 1-2 പറഞ്ഞത് കുളത്തിൽ കുളിക്കാൻ പോയതാണ്. കുളിക്കാൻ പോണത് ചാകാൻ പോണെന്നാണ് ഇവിടെ പറയണത്. ഇപ്പൊ അതല്ലെന്ന് ചെറിയൊരു ഏക്കച്ചക്കലുണ്ടായി ഞങ്ങൾ കുളിക്കാനായിട്ട് പോയതാണ്. ഞാൻ ചാകാൻ പോണെന്ന് പറഞ്ഞ ഭയങ്കര കാർ. എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കേട്ടാ. പണ്ടത്തെ പോലെയല്ല. പണ്ടങ്ങനെ ഭർത്താക്കന്മാര് ചാടുമ്പോ എന്തോ ഭാര്യമാര് ചാടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. മതിയെന്ന പിന്നെ ഇത് രതിയല്ലല്ലോ വേറെന്താണ്ടും കാലമൊക്കെ പോയട്ടാ. പണ്ട് ഭർത്താക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തു ചാടും. ഇപ്പൊ ഭർത്താക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തു ചാടും വേറൊരുത്തന്റെ ജീവിതത്തിലേക്ക്. എന്നതാണ്
ഈ കാണണത്? അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളു. അല്ല ഇവൻ എന്നത് ഉറങ്ങിയാണ് അവൻ. ആ പയ്യൻ ലോട്ടറി വിൽക്കണ പയ്യൻ. അവരെന്താ ഉറങ്ങിയാണ്? എന്താണ് നീ ഇങ്ങനെ ഉറങ്ങണത്? ആ ഗിൽറ്റൊന്ന് മണപ്പിച്ചു. അവൻ ഉറങ്ങണേണ്. അല്ലെങ്കിൽ പിന്നെ ഇത് കേട്ടാ എഴുന്നേക്കില്ല. ഇത് ഏതാണ്ട് ചത്തുറങ്ങണേണ്. ഇതിപ്പൊരെണ്ണം കൊടുത്താ കടിച്ചു പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങിക്കോളൂ. ഇതെന്താണ് കുമ്പാരി? എന്താണിത്? വെടക്കണ മീനാണെന്ന് പറഞ്ഞിട്ട് എന്താണ്? ഇതെന്താണ് ചീഞ്ഞതാണല്ല? എന്താണ് ചീഞ്ഞതാണ്? വയറ് ചാടിയിരിക്കണല്ല. അയ്യോ ഇത് വയറ് വീർത്തിരിക്കണല്ല. ഈ ചാളയുടെ അപ്പുറത്ത് കിടക്കണ ചാള കണ്ട? അവനാള് ശരിയല്ല. അവൻ ചെറിയൊരു പണി കൊടുത്തതാണ്. ആ മീനാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റൂലേ? പിന്നല്ല. അല്ല കുമ്പാരി, ഞാനൊരു കാര്യം പറഞ്ഞല്ലോ. കുമ്പാരിയുടെ മകള് സിനിമയിൽ അഭിനയിക്കാൻ പോണെന്ന് കേട്ടല്ലോ. ഇങ്ങനെ കോളേജിൽ പോയി ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡും കഴിഞ്ഞിരിക്കുകയാണല്ലോ. ആ ഷോർട്ട് ഹാൻഡ് കഴിഞ്ഞെന്നും പറഞ്ഞ് സിനിമയിട്ട് എന്നാ പറ്റൂലട്ടാ. സിനിമയിൽ ഷോർട്ട് ഇടുന്നുണ്ട്, പക്ഷെ ഷോർട്ട് ഹാൻഡ് പറ്റിയല്ല. പക്ഷെ അവക്കൊരു ഭൂതിയാണ്. ആ ഭൂതി കൊണ്ട് കാര്യമില്ല. ഭൂതി ഒന്നും നടക്കുകയല്ല. അതായത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സിനിമയിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ യുവാക്കളെ പിടിച്ചിരുത്താനുള്ള കഴിവ് വേണം. അങ്ങനെ പറയല്ലേ നിങ്ങളുടെ മകൾക്ക് അതുണ്ടാ? എന്റെ മകൾക്ക് യുവാക്കളെ പിടിച്ചെടുത്താനുള്ള കഴിവുണ്ട്. എവിടെ ഉണ്ടെന്നാണ് പറയണത്? ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ല, പിന്നെ ഞാനും ഭവാനിയും കൂടെ മാർക്കറ്റിൽ നിങ്ങളുടെ വന്ന വഴി കണ്ട കാഴ്ച എന്താണ്? ഞങ്ങൾ വീടിന്റെ ഡോർ തുറന്നപ്പോ 4 യുവാക്കളെ പിടിച്ച് കട്ടിത്താഴെ ഇരുത്തിയിരിക്കണം. അപ്പൊ നമ്മള് വിചാരിച്ച പോലെ അല്ല. അല്ലാന്ന് ഇവിടെ സിനിമയിൽ വിട്ടാലുണ്ടല്ലോ, നിങ്ങൾക്കത് ചാളവാരിക്കോരണ പോലെ കോരാ. വാരി ഇതിലിട്ട് കോരല്ലേ? ഞാൻ ഇതിലിട്ട് കോരും. പോവടുന്ന് ഇങ്ങനെ കോരാൻ നടക്കണേ. അല്ല കുമ്പാരി, വേറൊരു വിശേഷം പറഞ്ഞ നമ്മുടെ കിഴക്കേതല സരസു പ്രസവിച്ചിട്ടാ. ആ ഒറ്റ പ്രസവത്തിൽ 5 പെമ്പിള്ളേര്. അതങ്ങനെയാണ് കുമ്പാരി. ഒരു ദുരന്തം വരുമ്പോ കൂട്ടത്തോടെ വരും. ആ പോയിച്ച് അവിടെ ആ ചാള കിലോ 40 രൂപ. ഇവനെന്നാ ഇരട്ടപ്പേര് വിളിച്ചു മടങ്ങിയവനാണ്. ആ പിന്നെ അതൊന്നും എനിക്കറിയണ്ട. ചാള കിലോ 40 രൂപ. ചേട്ടാ ചാളക്ക് കിലോ 40 രൂപ വിലയില്ലട്ടാ. ആ പിന്നെ എന്ത് വില തരും? 40 രൂപ വിലയൊന്നുമില്ല. 40 രൂപ നിനക്കാണെങ്കിൽ ഞാൻ 30 രൂപ വന്നേക്കാം. 30 രൂപ അത് കൊള്ളാല്ല. താനെന്താ പണി നടക്കണത്? ഇതിന്റെ ഇടയ്ക്ക് എന്നിട്ട് ആ 30 രൂപ കൊലത്തണ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ, ആ പരിപാടി ഇവിടെ നടക്കൂല. അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ 20 രൂപ തരാം. 20 രൂപ അങ്ങനെ ചാലെടുത്തു. ആ അല്ല പിന്നെ കുമ്പാരി വേറെ പണിയില്ലേ? 20 രൂപ തരണ്ട. 10 രൂപ കഴിഞ്ഞാൽ 1 കിലോ ചാളയാണ്. 10 രൂപ കഴിച്ചാലും ചാള വരും. പിന്നെ എന്ത് പണിയാണ് കുമ്പാരി കാണിക്കണത്? വില കുറച്ച് ചാള ഇപ്പൊ വെറുതെ വേസ്റ്റ് പോലെ ആവുമല്ലോ. നിങ്ങളുടെ ചാള അവിടെ നിന്ന് വേസ്റ്റ് ആകട്ടെ. എന്നാ ഒരു കാര്യം, ഞാൻ 10 രൂപക്ക് തന്നെ. ഈ 10 രൂപക്കുള്ള ചാള ഇല്ലെന്നേ. 10 രൂപക്കുള്ള ചാള ഇല്ലെന്ന്. ഇത്രയും ചാള 10 രൂപക്ക് പോരെ? അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 1 കിലോ ചാളക്ക് 5 രൂപയാണെങ്കിൽ ഞാൻ തരാം. അതെ, ഉറപ്പിക്കാം. ആ എന്താ ഒരു കാര്യം ചെയ്യും, എന്റെ ചാള ഞാൻ 5 രൂപക്ക് തന്നേക്കാം. ഓക്കെ. തന്റെ ചാള മാത്രം പോകുള്ളൂ. രണ്ട് സ്ഥലം കാണിക്കാം. വിട്ടു. അപ്പൊ എനിക്ക് 5 രൂപ വീട്ടിൽ ചെല്ലുമ്പോ ഇത് നഷ്ടക്കച്ചവടമായി പോയേട്ടാ. ചാള വാരി വിൽക്കണേ. പിടക്കണ ചാള കിലോ 80 രൂപ.